അമ്മേ അമ്മേ അമൂല്യ, എന്താ സംഭവിച്ചേ? എന്താ ആരും ഒന്നും സംസാരിക്കാത്തെ? ഞാൻ പോകുന്നവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇതിന്റെ ഇടയിൽ എന്താ പറ്റിയേ? അമ്മേ, അമ്മയെങ്കിലും ഒന്ന് പറ. ഇതാരാ ചെയ്തത്? വേദാന്ത്, മോനൊന്ന് സമാധാനമായിട്ട് ഇരിക്കേ. നീ ഇവിടെ ഇരിക്കേ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ഇതാരാ ചെയ്തെന്ന് പറയാൻ. അച്ഛാ, ഇതൊക്കെ ആരാ ചെയ്തെന്ന് പറയേ. ചെട്ടിനാട് ഭാർഗവന വേദാന്ത്. അവൻ ഇവിടുത്തെ ഒരു പലിശക്കാരനാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ളത്. അവന്റെ കടയിലെ റൗഡികളെ വന്നത്. പലിശ കൊടുക്കുന്ന അവന് റൗഡിസം കാണിക്കാൻ എന്താ അധികാരം? എന്തു പറയാന വേദാന്ത്? ഞങ്ങൾ അവനെ അറിയിക്കാതെ ഈ കച്ചവടം ആരംഭിച്ചതിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് പോയത്. വീട്ടിലെ പെൺകുട്ടികളാണെന്ന് പോലും ഓർക്കാതെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടാ പോയത്. നമ്മൾ മെസ്സ് നടത്തുന്നതിന് അവന്റെ പെർമിഷൻ എന്തിനാ? ഇത് ഇല്ലീഗൽ ബിസിനസ് ഒന്നും അല്ലല്ലോ. ഇനി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ശരി, പോലീസല്ലേ വരേണ്ടത്. ഇവനൊക്കെ എന്താ പ്രോബ്ലം? ഈ ഏരിയയിൽ ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെങ്കിൽ അയാളുടെ അനുവാദം വേണമത്രേ. ഇപ്പൊ അയാളോട് പറയാതെ ഞങ്ങളിവിടെ ബിസിനസ് തുടങ്ങിയതാ പ്രശ്നം. ഇനി അവൻ ആരെയും ദ്രോഹിക്കരുത്. ബിസിനസ് എങ്ങനെ നടത്തണമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം അവന്. ചേട്ടാ, ഞാനും വരുന്നു. വേണ്ട, നീ ഇവിടെ നിന്നാ മതി. നീ ഇവിടെ ഇല്ലാത്തപ്പോഴാ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നത്. വേദാന്ത്, വേണ്ട മോനെ, നമ്മൾ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നമ്മുടെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയതിനോട് ക്ഷമിക്കാൻ പറ്റില്ല അമ്മേ. ഇനി ഒരു വീട്ടിലും അവനിങ്ങനെ കയറരുത്. അത് ഞാൻ അവന് പഠിപ്പിച്ചു കൊടുക്കാം. അയ്യോ, നിങ്ങൾ നോക്കി, നിങ്ങളെ വേദാന്തിനെ പോയി ഇത് വിളിക്കേ. അവൻ പോകുന്ന കണ്ടില്ലേ? അവരെല്ലാം റൗഡികളാ. അവരുമായിട്ട് എന്തിനാ നമുക്ക് ഒരു പ്രശ്നം? വേദാന്ത്, 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 പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നീ എന്താ ഈ പറയുന്ന അമൂല്യ? ഇത്രയൊക്കെ ചെയ്ത് അവന് വെറുതെ വിടണോ? അങ്ങനെയല്ല വേദാന്ത്, പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിലൊന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞത്. എടുത്തു ചാടി നമ്മളൊന്നും ചെയ്യണ്ടല്ലോ. ഇതൊക്കെ പറയുന്നത് നീ തന്നെയാണോ അമ്മോ? അതെ, ഞാൻ തന്നെ പറയുന്നത്. എനിക്കെന്തോ ഇതെല്ലാം നമ്മൾ തിരിച്ചു ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. വെറുതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല അമൂല്യ. എന്റെ വീട്ടുകാരെ ദ്രോഹിച്ചവനെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട. കച്ചവടം എങ്ങനെ നടത്തുമെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. എന്നിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ. പ്ലീസ് വേദാന്ത്, അങ്ങനെയൊന്നും സംസാരിക്കരുത്. പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? അവൻ എന്ത് ചെയ്താലും അതും കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കണമെന്നാണോ? ചുമ്മാ നിൽക്കാതെ പോയി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാ ഇതൊക്കെ അവര് നിർത്തുമെന്നാണോ? ഇപ്പൊ പോയി വേദാന്ത് എന്തെങ്കിലും ചെയ്താ അതിന്റെ ദേഷ്യത്തിൽ നാളെ അവര് വേറെ ആളുകളെ കൊണ്ടുവരും. ഇന്ന് സംഭവിച്ചത് താങ്ങാൻ പോലും അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞിട്ടില്ല. അതുപോരാതെ പിന്നെയും വീട്ടിലെ റൗഡുകൾ വന്നു പോയാ അവർക്കത് സഹിക്കാൻ പറ്റില്ല. ചിലപ്പോ ഈ ബിസിനസ് തന്നെ നിർത്തിയാൽ എന്താണെന്ന് അവർ ആലോചിച്ചെന്നും വരും. അതങ്ങനെയല്ല അമൂല്യ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇത്രയൊക്കെ കേട്ടിട്ടും അത് തന്നെ ചെയ്യാൻ തോന്നിയെങ്കിൽ ഞാൻ തടയുന്നില്ല. പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് വാ. ഞാനിനി എന്താ ചെയ്യേണ്ടത്?
വിക്കയും വേദാന്തും അവിടെ പോയി ഇതുവരെ എത്തിയില്ലേ? അവര് രണ്ടുപേരും ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അമ്മേ. പക്ഷേ സിദ്ധാർത്ഥ് എത്തിയല്ലോ. അവര് ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയതാ. പുറത്തേക്ക് പോയെന്നോ? എങ്ങോട്ട്? അത് ചെറിയച്ഛന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ടായി, അതുകൊണ്ട് അങ്ങോട്ട് പോയതാ അവര്. ഞാൻ തന്നെ ഇപ്പോഴാ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്ത് ചേട്ടാ എന്നോടൊന്നും പറയാത്തെ? എന്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായത്? സിദ്ധാർത്ഥ്, ഈ കാര്യം ഇപ്പൊ പറയേണ്ട ആവശ്യമുണ്ടോ? ആദ്യ സോറി, ആരതിക്ക് കാര്യം അറിയില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചേട്ടാ എന്താ പറ്റിയത്? ചേട്ടൻ എന്താ അങ്ങോട്ട് പോവാത്തെ? എന്നോട് എന്താ ആരും ഒരു കാര്യം പറയാത്തെ? അവിടെ എന്താ സംഭവിച്ചത് ചേട്ടാ? ഞാനും കൂടെ ചെല്ലാന്ന് പറഞ്ഞതാ, പക്ഷെ ആ വിക്കിയാണ് സമ്മതിക്കാത്തത്. അവരെല്ലാം ശരിയാക്കിക്കോളും, നീ ടെൻഷൻ ആവണ്ട. എന്നിട്ടും കാര്യം എന്താന്ന് മാത്രം ഏട്ടൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് എന്താ കാര്യം ചോദിക്കട്ടെ. ആരതി, ഇതുകൊണ്ടാ പറഞ്ഞത് സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കണമെന്ന്. ഇപ്പൊ കണ്ടില്ലേ? നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്നിൽ നിന്ന് എന്ത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ശരി, അത് നിങ്ങളിൽ നിന്ന് തന്നെ ഞാൻ അറിയും. വേദാന്തിന്റെ ലവ് അഫെയറിന്റെ കാര്യം ആദ്യം ഇപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് സമ്മതിച്ചിരിക്കെ. അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ പ്രശ്നം തീർക്കാൻ അവൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അവനൊരു കമ്പനിയുടെ CEO അല്ലേ? അതുപോലും ഓർക്കാതെ അവൻ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പ്രണയത്തിന്റെ പേരിലല്ലാതെ മറ്റെന്തിനായിരിക്കും? എന്നുവെച്ചാ അവൻ പ്രണയിക്കുന്ന ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് ഭാർഗവന് കാശ് കൊടുക്കാത്തതുകൊണ്ട് മാത്രമല്ല, വേറെയും കാരണമുണ്ട്. എന്ത് കാരണമാണ് കണ്ണൻചേട്ടാ? ഞാൻ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ച് കാര്യം മനസ്സിലാക്കി. നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇതുപോലെ ഉച്ചയ്ക്ക് ഊണും വൈകിട്ട് സ്നാക്സും ഒക്കെ ഉണ്ട്. അവിടുത്തെ ഓണറും ഈ ഭാർഗവനും നല്ല ഫ്രണ്ട്സാണ്. അവിടുത്തെ ബിസിനസ് മുഴുവൻ കള്ളത്തരമാണ്. ആഹാരം നല്ലതല്ല, സാമ്പാറിൽ വെള്ളമൊക്കെ ചേർത്താ അവർ കച്ചവടം നടത്തുന്നത്. അതുമാത്രമല്ല, അവിടെ ഒരുപാട് കാശും വാങ്ങിക്കുന്നുണ്ട്. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അവരുടെ ഭാഗ്യത്തിന് അടുത്തെവിടെ ഇതുപോലെ ഹോട്ടലുകളോ മെസ്സോ അങ്ങനെ ഒന്നുമില്ല. ആളുകൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും ആ ഹോട്ടലിലാണ് പോകുന്നത്. നമ്മുടെ മെസ്സ് തുറന്നപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വന്ന് അവിടുത്തെ കച്ചവടം കുറയുകയും ചെയ്തു. അവർ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് നേരെ ഭാർഗവന്റെ അടുത്തേക്ക് പോയി. ഇപ്പൊ കൊടുക്കുന്നതിലും കൂടുതൽ കാശ് കൊടുക്കാമെന്നും പറഞ്ഞു. അതുകൊണ്ടാ ഭാർഗവൻ അവർക്ക് വേണ്ടി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ഓ, ഇതായിരുന്നു പ്രശ്നം. അപ്പോ നമ്മൾ നാളെ മെസ്സ് തുറന്നാലും അവരിത് തന്നെയായിരിക്കില്ലേ ചെയ്യാൻ പോകുന്നത്? ഇതിലും കൂടുതൽ കാണിക്കാനാ ചാൻസ്. ഇനി അവർ വരികയാണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ വെറുതെ വിടില്ല. സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. കൂൾ കണ്ണൻചേട്ടാ, അവർക്കെതിരെ കല്ലെറിയുന്നത് അത്ര ശരിയായ ബുദ്ധിയല്ല. വേറെ എന്താ ചെയ്യണ്ടേ? നമ്മൾ ബിസിനസ് ഒക്കെ വിട്ട് വെറുതെ ഇരിക്കണമെന്നാണോ? വെയിറ്റ്, ഐ ഹാവ് എ പ്ലാൻ. പക്ഷെ അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അവരോട് ബഹളം ഉണ്ടാക്കുന്നത് ഒഴിച്ച് വേറെ എന്ത് ചെയ്താലും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇത് ഓക്കെയാണ് വേദന, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നല്ല ഐഡിയ. ഇത് തന്നെ മതി. നാളെ ഒരുപാട് വർക്ക് ഉണ്ടാവുമല്ലോ. ഗുഡ് നൈറ്റ്.
പ്രണയിച്ച കുറ്റത്തിന് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ കാരണം വീണ്ടും ഒന്നുകൂടി ഉണ്ടായില്ലേ വേദാന്ത്? എന്തിനാ ഇത്രയും സെന്റി ഡയലോഗ്സ് ഒക്കെ? ഞാൻ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കുന്നതും സമാധാനമായിട്ടിരിക്കുന്നതും നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. എന്റെ എല്ലാ സന്തോഷവും നിന്റെ കൂടെയാ, നിന്റെ എല്ലാ ദുഃഖവും എന്റെയും കൂടെ. എന്താ ഇങ്ങനെ പേടിച്ചേ? അത് വിട്ടേക്ക് വിക്കി. എന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്തായി? ആദ്യോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞതാ. എല്ലാം പറഞ്ഞല്ലേ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇല്ലേ? അത് പിന്നെ വിക്കി, ചേട്ടൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാ. പക്ഷെ ആ റൗഡികള് വീണ്ടും വന്ന് എന്ത് ചെയ്യും? എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചേട്ടൻ എല്ലാത്തിനും ഒരു പ്ലാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് നാളെ നിന്റെ വീട്ടിലേക്ക് പോവാം. പേടിക്കാതിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഉറങ്ങാൻ വേണ്ടി ഇവിടെ വന്ന് കിടന്നതല്ല വിക്കി. പക്ഷെ ഇവിടെ വന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ ഉറങ്ങിപ്പോയതാ. അമ്മ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്താന്നറിയില്ല. പക്ഷെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. എന്നാലും അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. വീട്ടിൽ എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കോ? മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നാല് അത് അവസാനം ഒരു തരത്തിലുള്ള പേടിയായിട്ടേ മാറുള്ളൂ. പ്രശ്നമൊന്നും ഉണ്ടാവില്ല, സമാധാനിക്ക്. എല്ലാം ഓക്കെ ആയിക്കോളും. വിക്കി എന്നെ വെറുതെ സമാധാനിപ്പിക്കാനല്ല ഇങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാവരുടെ അങ്ങനെയല്ല. അല്ല, എന്തോ പ്രശ്നം ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. നോക്ക്, നീ കൂടുതൽ ടെൻഷൻ അടിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതാ ഞാൻ പറയുന്നത്. കാര്യം എന്താന്ന് വെച്ചാല് ചേട്ടൻ നാളൊരു പ്ലാൻ വർക്കൗട്ട് ആക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ചേട്ടനെ ധ്രുവനെ ഒന്നിപ്പിക്കാനുള്ള നമ്മുടെ പ്ലാനും വർക്കൗട്ട് ആവും. ആ കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതോടെ എല്ലാം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നേ. നോ ടെൻഷൻ. എടി മുതുക്കി, മുതുക്കി ചേച്ചി. എടി മുതുക്കി, മുതുക്കി ചേച്ചി. വായാടി, മര്യാദക്ക് അമ്മു ചേച്ചി വിളിക്കാം. അമ്മു ചേച്ചി, മുതുക്കി, അമ്മു ചേച്ചി. എന്താ കാര്യം? നല്ല വേദന ഉണ്ടോടി? ഒന്നുമില്ല, അവിടെ കിടന്നുറങ്ങും. ഇതൊക്കെ എന്തൊരു കഷ്ടാ ചേച്ചി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാള് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പാടില്ലായിരുന്നോ? അത് ശരിയാണല്ലോ, ഇവള് പറയുന്ന പോലെ ചെയ്യായിരുന്നു. ചുമ്മാ തോന്നിയ പോലെ ഓരോന്ന് പറയല്ലേ. അവർക്കെതിരെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അതിഥി? നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ എന്താ, ചേച്ചിയുടെ ഫോളോവേഴ്സ് ആ വൺ വേ ലവേഴ്സിനൊക്കെ വിളിക്കാറുന്നല്ലോ. അവരുടെ ഹെൽപ്പ് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ചേച്ചി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവരൊക്കെ ഒന്നും നോക്കാതെ ഓടി വന്നേനെ അവിടുന്ന്. ചുമ്മാ ഓരോന്ന് പറയാതെ. അല്ല ചേച്ചി, തെറ്റ് നമ്മുടെ കയ്യിലല്ലോ, പിന്നെന്താ അറ്റാക്ക് ചെയ്ത കുഴപ്പം? നമ്മൾ ആവശ്യമില്ലാതെ എടുത്തു ചാടി വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. എനിക്കങ്ങനെ സംഭവിച്ചത് കൊണ്ട് അവര് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തിരിച്ചു പോയില്ലേ. അല്ലാതെ ഞാനും അവരോട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവര് കൂടുതൽ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് വീണ്ടും പ്രശ്നം വലുതാക്കിയേനെ. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആവുകയും ചെയ്യും. പിന്നെ നമുക്കിതൊന്നും അവസാനിപ്പിക്കാനേ പറ്റില്ല. നമുക്ക് വീട്ടിലെ സെക്യൂരിറ്റിക്ക് ആളെയൊന്നും നിർത്താൻ പറ്റില്ലല്ലോ. ദിവസം ഇവരിങ്ങനെ പേടിച്ച് ജീവിക്കാനും പറ്റില്ലല്ലോ. അത് സത്യ ചേച്ചി. എന്താ നമുക്ക് മാത്രം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? നമ്മൾ ആർക്കും ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമുക്കും എല്ലാവരെയും പോലെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്നാണോ? നമ്മുടെ ജീവിതം ഒരിക്കലും നല്ല രീതിയിലാവില്ലേ? കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങൾക്കെല്ലാം എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ചുറ്റും ഉണ്ടാവും. അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. എന്താ ചേച്ചി പറയുന്നേ? നമ്മളെങ്ങനെയാ ഇതൊക്കെ ഒറ്റയ്ക്ക് തരണം ചെയ്തു പോകുന്നേ? അതിനുള്ള വഴിയെല്ലാം
വേദാന്തേട്ടൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിനുള്ള പ്ലാനും വേദാന്ത ഇട്ട് കഴിഞ്ഞു. ഇന്നത്തെ പോലെ തന്നെ നാളെ ഉണ്ടാവില്ലല്ലോ. ഇന്നുള്ള പലതും നാളെ ഉണ്ടാവുകയില്ല. ഈ പേടിയും ഉണ്ടാവില്ല. എന്താ ചേച്ചി പ്ലാൻ? അതൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. വേദാന്ത്, ഒരു മിനിറ്റ്. എവിടേക്കെങ്കിലും അത്യാവശ്യമായിട്ട് പോവാണോ? നീയും മിക്കയും രാത്രി ലേറ്റ് ആയിട്ടാണോ വന്നത്? അതെ അമ്മേ, ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് അമ്മയെ വിളിച്ചുണർത്തണ്ടെന്ന് വിചാരിച്ചു. ഇന്നലെ കുറച്ച് ലേറ്റ് ആയി പോയി. ഇന്ന് നീ ഓഫീസിലേക്ക് പോകുന്നില്ലേ? ഇല്ല അമ്മേ, ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. എന്റെ വേദാന്ത്, ഓഫീസിനേക്കാളും ഇമ്പോർട്ടന്റ്. നേരം വെളുത്തപ്പോ തന്നെ നീ അവനോട് തുടങ്ങിയോ? ഞാൻ കാര്യം ചോദിച്ചത് അവനോടല്ലേ. നിങ്ങൾ അതിന് ഉത്തരം പറയാൻ നിൽക്കുന്നേ? എനിക്ക് നിങ്ങളുടെ മറുപടി ഒന്നും കേൾക്കണമെന്നില്ല. എനിക്കറിയേണ്ടത് എന്താണെങ്കിലും അത് വേദാന്ത് പറഞ്ഞോളും. ഞാൻ ഉത്തരം പറയാൻ വേണ്ടി വന്നൊന്നുമല്ല, അവനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാ. അവനെ കണ്ടാൽ തന്നെ അറിയാലോ അവനെന്തോ പ്രധാന കാര്യത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണെന്ന്. അതുകൊണ്ടാ ഓരോന്ന് ചോദിച്ച് അവന്റെ മൂഡ് കളയണ്ടെന്ന് പറഞ്ഞത്. സാരമില്ല, പോട്ടെ അച്ഛ. അമ്മയല്ലേ ഇത്. നിന്റെ അച്ഛൻ പറയുന്നതൊന്നും കേട്ട് ഞാൻ തലപുകയ്ക്കാറില്ല വേദാന്ത്. ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് നീ എങ്ങോട്ടാ പോകുന്നേ? നോക്ക്, ഈ അമ്മയോട് നിനക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാം. ആരതിയുടെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട് അമ്മേ. ഇന്നലെ കുറെ കാര്യം നടന്നു. അതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. എനിക്ക് അപ്പോഴേ തോന്നി ഇതുപോലെ എന്തെങ്കിലും കാര്യമായിരിക്കുമെന്ന്. കുട്ടിക്കാലം മുതലേ നീ ഒരു പരോപകാരിയാ. നോക്ക് വേദാന്ത്, ഞാൻ പറയുന്ന കാര്യം നീ മനസ്സിലാക്കിയേ പറ്റൂ. അവര് നമ്മുടെ ബന്ധുക്കളാണെന്നതൊക്കെ ശരിയേ എന്ന് കരുതി എപ്പോഴും എപ്പോഴും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ അന്തസ്സിന്റെ പ്രശ്നമാണ്. അവര് നമ്മുടെ സ്റ്റാറ്റസുമായിട്ട് ഒരു തരത്തിലും ചേരുന്നവരല്ല. മാത്രമല്ല, ഇത്തരം ബന്ധങ്ങളില് ഒരു ഗ്യാപ്പ് അത്യാവശ്യമാണ് വേദാന്ത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരക്കാരുമായുള്ള ബന്ധം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അമ്മേ, അവരെത്ര പാവപ്പെട്ടവരാണെങ്കിലും ശരി, അവർക്കെന്തെങ്കിലും കഷ്ടങ്ങൾ വരുമ്പോൾ അത് പൈസയുടെ കാര്യത്തിൽ അളക്കാൻ പാടില്ല. കാശിന് വേണ്ടി ഇന്ന് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പക്ഷെ അതില്ലാത്തവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടമ്മേ. പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്നൊക്കെ പഴഞ്ചൊല്ലുണ്ട്. പക്ഷെ ചില സമയത്ത് ആ പണത്തിനേക്കാൾ വലുതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതൊരിക്കലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. പൈസയെക്കാളും വലുതാണമ്മേ മനുഷ്യത്വം. ആ മനുഷ്യത്വം ഉള്ളവരാ വലിയ ആൾക്കാർ. അതുമല്ല, അവർ നമ്മുടെ ഫാമിലിയും കൂടെ. ഫാമിലിയിലെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അന്തസ്സോ സ്റ്റാറ്റസിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ ഫിലോസഫിയും റൂൾസും കാര്യങ്ങളും ഒന്നും അവന് യാതൊരു താല്പര്യമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവനും അവൻ്റെ അച്ഛനെ പോലെ ചിന്തിക്കാൻ തുടങ്ങി. ഇത്രയും വെയിറ്റ് ഉള്ളതൊന്നും എടുക്കണ്ട, ചെറുതെന്തെങ്കിലും എടുത്താൽ മതി. ഇതൊക്കെ ഞാൻ എടുത്തോളാം. സാരമില്ല കണ്ണൻ ചേട്ടാ, ഇതിനൊന്നും വെയിറ്റ് ഇല്ലല്ലോ. ചേട്ടാ, ഇന്നലെ നമ്മൾ കൊടുത്ത അറ്റാക്കിൽ അവര് പേടിച്ചെന്നാ തോന്നേ. വീട്ടിലുള്ള പാത്രം, ഗ്യാസും സാധനങ്ങളൊക്കെ എടുത്തു മാറ്റേണ്, എങ്ങോട്ടോ പോവേണ്. എടാ പൊട്ട, നീ നന്നായിട്ട് നോക്കുന്നുണ്ടോ? അവർ ശരിക്കും പോവാണോ? അയ്യോ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേട്ടാ. പാത്രങ്ങളൊക്കെ അവർ ഓട്ടയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മളെ കുറിച്ച് എന്താ വിചാരിച്ചേ? നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. സത്യം, പേടിച്ചിട്ടെല്ലാം അടച്ചു കെട്ടി. അവിടെ കിടന്ന് കറങ്ങി ചുമ്മാ അവർക്ക് സംശയം ഉണ്ടാക്കാൻ നിൽക്കണ്ട. വേഗം ഇങ്ങോട്ട് വാടാ. ശരി ചേട്ടാ, അതേ വരെയാ. ചേച്ചി, ഇതൊക്കെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? അച്ഛന്റെ ക്യാൻറ്റീനിലേക്ക്.